ഒരൊഴിവുകാല വിനോദം പോലെ അഭിനയം തുടങ്ങി ഒടുവിൽ ആ നാലക്ഷരം ജീവശ്വാസമാക്കിയ പെൺകുട്ടി. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും കന്നഡത്തിലും പ്രശസ്തിയുടെ മത്തടിച്ച് അവൾ പാറിപ്പറന്നു. 91 മാത്രം രൂപിണി എന്ന ആ പെൺകുട്ടി അഭിനയിച്ചു തള്ളിയത് 11 സിനിമകൾ. എന്നിട്ടും പെട്ടെന്നൊരു ദിവസം ലൈംലൈറ്റിൽ നിന്ന് ഒരോർമ്മത്തെറ്റുപോലെ അവൾ മാഞ്ഞുപോയി. എവിടെ രൂപിണി? സിനിമാക്കാരും ആരാധകരും അന്നൊരേ ചോദ്യം പങ്കിട്ടു. നൃത്തപരിപാടിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ അച്ഛനൊപ്പം കടയിലെത്തിയ കോമൾ മഹങ്കർ എന്ന പെൺകുട്ടിയെ വിഖ്യാത ചലച്ചിത്രകാരൻ ഋഷികേശ് മുഖർജി കാണാനിട വന്നു. സിനിമയിൽ അഭിനയിക്കാമോ എന്ന ചോദ്യത്തിന് കുഞ്ഞിക്കണ്ണുകളിൽ കൗതുകം നിറച്ച് അവൾ തലകുലുക്കിയതോടെ അഭിനയത്തുടക്കം. 1975 മിലിയിൽ ബാലനടിയായി. 80 പായൽ കി ജൻകർ എന്ന ചിത്രത്തിലൂടെ 13-ാം വയസ്സിൽ നായികയുമായി കോമൾ. ഇതേ വർഷം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പ്രഭയാവാൻ ആ പെൺകുട്ടിക്ക് ചാൻസ് വന്നെങ്കിലും പഠനത്തിന് മുഖ്യത്വം കൊടുത്ത മാതാവ് ആ അവസരം നിറഞ്ഞ മനസ്സോടെ കുടുംബ സുഹൃത്തായ പൂർണിമ ജയറാമിന് സമ്മാനിച്ചു. ബോസ് ഐ ലവ് യു എന്ന തമിഴ് ചിത്രത്തിലേക്ക് കോമളിനെയാണ് പൂർണിമയുടെ ഭർത്താവ് ഭാഗ്യരാജ് നായികാവേഷത്തിൽ പരിഗണിച്ചത്. ചിത്രം മുടങ്ങിയതോടെ അരങ്ങേറ്റം 1987 കൂലിക്കാരിലെ പ്രിയയിലൂടെ ഒന്നുകൂടി രാജകീയമായി. തമിഴിൽ മികച്ച നടിക്കുള്ള അവാർഡ് സ്വന്തമാക്കി അവിടെ മുൻനിര നായികയായി തിളങ്ങുമ്പോഴാണ് 89 രൂപിണിയുടെ മലയാള തുടക്കം. കുടുംബങ്ങളുടെ കുടിപ്പകയുടെ കഥ പറഞ്ഞ നാടുവാഴികളിൽ ലാൽ നായിക റോസ്മേരിയായി. പാത്രമികവിനപ്പുറം രാവിൽ പൂന്തേൻ എന്ന എവർഗ്രീൻ സോങ്ങിലൂടെ നാടുവാഴികളുടെ നല്ലോർമ്മയായി രൂപിണി ഇന്നും ഇവിടെ തുടരുന്നു. മലയാളത്തിലെ മൈൽ സ്റ്റോൺ കഥാപാത്രം മിറ്റയിലെ ദേവി രൂപിണിയെ തേടിയെത്തുന്നത് 90-ൽ. മമ്മൂട്ടിയുടെ വേണുവിനും സുരേഷ് ഗോപിയുടെ രാജനുമിടയിൽ മിറ്റയെ പോലെ നീറുന്ന ദേവിയെ MTയുടെ മനസ്സറിയുന്ന രീതിയിൽ രൂപിണി ഭംഗിയാക്കി. പക്ഷേ വൈകാരിക രംഗങ്ങളുടെ ആധിക്യം ആ ചിത്രത്തിന്റെ പ്രസന്നത കെടുത്തി. പ്രേക്ഷകർക്ക് മിഥ്യ ഇഷ്ടപ്പെടാതെ പോയി. അതുകൊണ്ട് തന്നെ MT, IV ശശി, മമ്മൂട്ടി ടീം മിഥ്യക്ക് ശേഷം ഒന്നിച്ചതുമില്ല. എന്നാൽ നാടോടിയിൽ മോഹൻലാലിനൊപ്പം നാദം മണിനാദം എന്ന പാട്ടിൽ ക്ലാസിക്കൽ ഡാൻസറായി 92-ൽ രൂപിണി വീണ്ടും മലയാളത്തിലെത്തി. ഇതേ വർഷം കുണുക്കിട്ട കോഴിയിൽ ജഗദീഷിന്റെ നായികയായി ലോകജ ചിത്രങ്ങളിലേക്ക് നടി ട്രാക്ക് മാറുകയും ചെയ്തു. രൂപിണിയുടെ കരിയറിലെ തന്നെ വേറിട്ട വേഷങ്ങളിലൊന്നാണ് കുണുക്കിട്ട കോഴിയിലെ ലത. ചതിയിലൂടെ ജോലി സമ്പാദിച്ചത് പാരയായി മാറുമ്പോൾ ലത അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ആ സിനിമയുടെ ടോട്ടാലിറ്റിയിൽ ചിരിക്ക് വക നൽകി. സിദ്ദിഖ്, പാർവതി, ഫിലോമിന, കൽപ്പന, ജഗതി എന്നിങ്ങനെ വമ്പൻ താരനിര അണിനിരന്ന കുണുക്കിട്ട കോഴിയിൽ മിന്നിത്തിളങ്ങിയത് പക്ഷേ രൂപിണിയായിരുന്നു. 93-ലെ ശ്രീകുമാരൻ തമ്പി ചിത്രം ബന്ധുക്കൾ ശത്രുക്കളിലെ ശകുന്തളയാണ് രൂപിണി അവസാനമായി അഭിനയിച്ച മലയാള സിനിമ. മുകേഷ്, ജയറാം, രൂപിണി, രോഹിണി എന്നിവരായിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രോഹിണിയുടെ വട്ടുപെണ്ണിനോളം പ്രാധാന്യമുണ്ടായിരുന്നില്ല രൂപിണിയുടെ ശകുന്തളയ്ക്ക്. ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായ ബന്ധുക്കൾ ശത്രുക്കൾ ബോക്സ് ഓഫീസിലും അത്ര കണ്ട് വിജയമാവാതെ പോയി. സിനിമാ തിരക്കുകൾക്കിടയിൽ ഓർക്കാപ്പുറത്തൊരു ഇടവേള രൂപിണിയുടെ കരിയറിലുണ്ടായി. അമേരിക്കയിൽ നാച്ചുറോപ്പതിയിൽ 4 വർഷത്തെ പഠനവും പരിശീലനവും കഴിഞ്ഞു വന്ന രൂപിണി മുംബൈയിൽ മടങ്ങിയെത്തി യൂണിവേഴ്സൽ ഹാർട്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. മോഹൻകുമാറുമായുള്ള വിവാഹവും മകൾ അനിഷയുടെ പഠനവുമൊക്കെയായി 10 വർഷത്തോളം നടിയുടെ ഇടവേള നീണ്ടു. 2005-ൽ വിജയ് TVക്ക് വേണ്ടി ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ രൂപിണിയെ കണ്ട് തെന്നിന്ത്യൻ സിനിമാക്കാർ അമ്പരന്നു. അതേ സൗന്ദര്യമല്ല, അതിലും സൗന്ദര്യം, അതിലും സ്മാർട്ട്നെസ്. ആ രൂപിണിയെ കണ്ട് അന്ന് രജനീകാന്ത്, പ്രഭു, കമൽഹാസൻ, സത്യരാജ് തുടങ്ങിയവരെല്ലാം റീ എൻട്രിക്കായി നടിയെ നിർബന്ധിച്ചെങ്കിലും അവിടുന്നും 15 വർഷം കഴിഞ്ഞ് 2020-ൽ ചിത്തി 2 എന്ന പരമ്പരയിലൂടെയായിരുന്നു രൂപിണിയുടെ തിരിച്ചുവരവ്.